പ്രതിഷേധങ്ങളൊന്നും ഫലം കണ്ടില്ല. കുമ്പള ആരിക്കാടിയിലെ ടോൾ ബൂത്ത് നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. നീതിന്യായ കോടതി വിധിയിൽ പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുകയാണ് നാട്ടുകാരും ആക്ഷൻ കമ്മിറ്റിയും. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ആവശ്യമായ അനുമതിയും അംഗീകാരവും ലഭിച്ചതോടെ കുമ്പള ആരിക്കാടിയിൽ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ടോൾ പ്ലാസ സ്ഥാപിക്കുന്ന പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുകയാണ്. വശങ്ങളോട് ചേർന്നുള്ള നിർമ്മാണമാണ് നിലവിൽ നടക്കുന്നത്. വരും ദിവസങ്ങളിൽ ആവശ്യമായ ഉപകരണങ്ങൾ ഉൾപ്പെടെ എത്തിച്ചേക്കുമെന്നാണ് അറിയുന്നത്. നിയമലംഘനമില്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തുകയും ടോൾ പ്ലാസ സ്ഥാപിക്കുന്നതിനെതിരെ നൽകിയ ഹർജികൾ ജഡ്ജി നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് തള്ളുകയും കേസ് അവസാനിപ്പിക്കുകയും ചെയ്തതോടെയാണ് നിർമ്മാണത്തിന് വേഗതയേറിയത്. അതേസമയം ആക്ഷൻ കമ്മിറ്റി നിയമ പോരാട്ടം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കോടതി കേസ് പരിഗണനക്കെടുക്കുകയും വിധി പറയാൻ ഈ മാസം 30 മാറ്റുകയുമുണ്ടായി. അന്നേ ദിവസം സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചതോടെ ഈ ദിവസം പരിഗണിക്കേണ്ട കേസുകൾ മറ്റൊരു ദിവസമായിരിക്കും ഇനി പരിഗണിക്കുക. അതേസമയം വെള്ളിയാഴ്ച ചേർന്ന ആക്ഷൻ കമ്മിറ്റി നേതൃയോഗം തുടർ സമര പരിപാടികൾ ചർച്ച ചെയ്തു. കേസ് അനുകൂലമാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. വിധി പ്രതികൂലമായാൽ സമരം എങ്ങനെ കൊണ്ടുപോകുമെന്ന കാര്യവും കൂടി ചർച്ച ചെയ്യാൻ വരുന്ന ചൊവ്വാഴ്ച വൈകിട്ട് വീണ്ടും യോഗം ചേരാനും തീരുമാനമായി. കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ ടോൾ പ്ലാസ ഉണ്ടായിരിക്കെ അതിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയായി മറ്റൊരു ടോൾ പ്ലാസയുടെ നിർമ്മാണം നടക്കുന്നത് ദേശീയപാത അതോറിറ്റി നിശ്ചയ ടോൾ പ്ലാസകൾക്കിടയിലെ 60 കിലോമീറ്റർ ദൂരപരിധി എന്ന ചട്ടത്തിന് വിരുദ്ധമാണെന്നുമായിരുന്നു പരാതിക്കാരുടെ വാദം. എന്നാൽ ചട്ടപ്രകാരം അനുമതിയും അംഗീകാരവും ലഭ്യമാക്കിയാണ് ടോൾ പ്ലാസ പണിയുന്നതെന്നും അതിനാൽ നിയമപ്രകാരം തടസ്സമില്ലെന്നുമാണ് ദേശീയപാത അതോറിറ്റിയുടെ വാദം. ടോൾ പ്ലാസ നിർമ്മാണത്തിനെതിരെ നിലവിൽ 5 ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.